റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം റേഡിയോ ലൈമിന്റെ ഭാഗത്തു നിന്നും അറിയിക്കുകയാണ്. റേഡിയോ ലൈമിന്റെ പ്രിയപ്പെട്ട RJ ആർക്കിയുടെ ഭാര്യയും ട്വിൻസായ മക്കളും ദൗർഭാഗ്യവശാൽ അവരുടെ വിയോഗം സങ്കല്പിക്കാനാകാത്ത വിധം ഒരു നഷ്ടം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ദുഷ്കരമായ സമയത്ത് നിങ്ങളുടെ പിന്തുണ ഒരു യഥാർത്ഥ മാറ്റം അദ്ദേഹത്തിൽ ഉണ്ടാക്കും. അദ്ദേഹത്തിന്റെ ഈ ഒരു വിഷമം ലഘൂകരിക്കാനും അവരുടെ ഓർമ്മകളെ ആദരിക്കാനും സഹായിക്കുന്നതിനായിട്ട് ഒരു ഫണ്ട് റേസിംഗ് നടത്തുന്നുണ്ട്. ചുവടെ കാണുന്ന QR കോഡിൽ തീർച്ചയായിട്ടും ആ ഒരു ഫണ്ട് റേസിംഗ് ചെയ്യാവുന്നതാണ്. നമ്മളാൽ കഴിയുന്ന സഹായം തീർച്ചയായിട്ടും ഈ ഒരു ഇതിൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാകുമെന്ന് റേഡിയോ ലൈമിന്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. RJ ആർക്കിയുടെ ഈ ഒരു ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുകയാണ്. ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ റെസിഡന്റ് ഡോക്ടർമാരുടെ പണിമുടക്ക് വെള്ളിയാഴ്ച തുടങ്ങും. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുവാൻ താല്പര്യമില്ലെങ്കിലും പണിമുടക്കാതെ വഴിയില്ലെന്ന് BMA മേധാവി ന്യായീകരിക്കുന്നു. 2008 അപേക്ഷിച്ച് ഡോക്ടർമാർക്ക് ലഭിക്കുന്ന തുക വളരെ കുറവാണെന്നും ഇത് പൂർണ്ണമായും തിരികെ നൽകുവാനുള്ള യാത്ര പരിസമാപ്തിയിൽ എത്തിക്കുവാൻ ഗവൺമെന്റ് പരാജയപ്പെട്ടുവെന്നും BMA ആരോപിക്കുന്നു. വർഷങ്ങളായി നഷ്ടമായ ശമ്പളത്തെ സംബന്ധിച്ചുള്ള തർക്കമാണ് നിലനിൽക്കുന്നതെന്ന് BMA ചെയർമാൻ ഡോക്ടർ ടോം ഡോൾഫിൻ പറഞ്ഞു. മറ്റ് പബ്ലിക് സെക്ടർ ജോലിക്കാരെ അപേക്ഷിച്ച് റെസിഡന്റ് ഡോക്ടർമാർ ഏറെ പിന്നിലായിരിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. NHSൽ നിന്നും 18,000 ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിടുവാനുള്ള ഹെൽത്ത് സെക്രട്ടറിയുടെ നീക്കത്തിന് ട്രഷറിയിൽ തിരിച്ചടി. പിരിച്ചുവിടൽ ചെലവിനായി £1 ബില്യൺ അധിക തുക അനുവദിക്കണമെന്ന വെസ്റ്റ് സ്ട്രീറ്റിംഗിന്റെ ആവശ്യം ചാൻസലർ റേച്ചൽ റീവ്സ് തള്ളുകയായിരുന്നു. വൈറ്റ് ഹാളിൽ ലോബിയിങ്ങും ഫണ്ടിന് അനുമതിയില്ല. പിരിച്ചുവിടലിനായി ആവശ്യമായ ഫണ്ട് ലഭ്യമാക്കുവാൻ സ്ട്രീറ്റിംഗ് വൈറ്റ് ഹാളിൽ ലോബിയിങ് നടത്തിയെങ്കിലും വിജയിച്ചില്ല. 42 ഇന്റഗ്രേറ്റഡ് കെയർ ബോർഡുകളുടെ വലിപ്പം കുറയ്ക്കുവാൻ 25,000 ജീവനക്കാരെ പുറത്താക്കേണ്ടതായിരിക്കും ചെലവിനായി ട്രഷറിയുടെ താൽക്കാലിക അനുമതി. അമേരിക്കൻ സാമ്പത്തിക ലോകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് US മിന്റ് ഔദ്യോഗികമായി അവസാനത്തെ 1 സെന്റ് നാണയം നിർമ്മിച്ചു. ട്രംപ് ഭരണകൂടം 6 മാസം മുമ്പ് പ്രഖ്യാപിച്ച തീരുമാനമാണ് ഇതോടെ നടപ്പിലായത്. 1 പെന്നി നിർമ്മിക്കുവാൻ ഇതിന്റെ മൂല്യത്തിന്റെ ഏകദേശം 4 ഇരട്ടിയോളം ചെലവ് വരുന്നതിനാലാണ് ഈ ചരിത്രപരമായ നടപടി. 1 നൂറ്റാണ്ടിലേറെയായി അമേരിക്കൻ പൗരന്മാരുടെ പോക്കറ്റുകളിൽ ഇടം നേടിയിരുന്ന പെനിയുടെ യുഗമാണ് ഇതോടെ അവസാനിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രജ്ഞരും വിദഗ്ധരും ദീർഘകാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിഷ്കരണമാണിത്. 1 സെന്റ് നാണയം നിർമ്മിക്കുവാൻ നിലവിൽ ഏകദേശം 3.69 സെന്റ്, ഏകദേശം 4 ഇരട്ടി ചെലവ് വരുമെന്നാണ് ട്രഷറി വകുപ്പ് വ്യക്തമാക്കുന്നത്. ചെലവ് കൂടിയ ലോഹങ്ങളുടെ ഉപയോഗവും ഉൽപാദന ചെലവിലെ വർധനവുമാണ് ഈ ഭീമമായ നഷ്ടത്തിന് കാരണം. ഓരോ വർഷവും രാജ്യത്തിന് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് പെനി വരുത്തിയിരുന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. തുറവൂരിലെ ദേശീയപാത 66 ഫ്ലൈ ഓവർ നിർമ്മാണത്തിനിടെ ഗഡർ വീണ് വാൻ ഡ്രൈവർ മരിച്ചതിൽ നിർമ്മാണ കമ്പനി ജീവനക്കാർക്കെതിരെ നരഹത്യക്ക് കേസെടുത്തു. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്ത നടപടിക്കെതിരെയാണ് കേസ്. തൂണുകൾക്ക് മുകളിൽ ബീമുകൾ കയറ്റിയാൽ താഴെ വീണ് വാഹനങ്ങൾക്കും യാത്രകൾക്കും അപകടമുണ്ടാകുമെന്ന് അറിയാമായിരുന്നിട്ടും സുരക്ഷ ഒരുക്കിയില്ലെന്നാണ് കേസ്. പോലീസ് കണ്ടെത്തിയ വീഴ്ചകൾ ഇവയൊക്കെയാണ്. ഗഡറുകൾ സ്ഥാപിക്കുമ്പോൾ ട്രാഫിക് നിയന്ത്രണം നടത്തിയില്ല. സ്ഥലത്ത് പോലീസിന്റെയും കരാർ കമ്പനി ജീവനക്കാരുടെയും സാന്നിധ്യം ഇല്ലായിരുന്നു. ലോഞ്ചിങ് ഗാൻട്രി ഇല്ലാതെ ക്രെയിനുകൾ ഉപയോഗിച്ച് ഗഡറുകൾ കയറ്റുമ്പോൾ പാലിക്കേണ്ട ഗതാഗത സുരക്ഷ ഏർപ്പെടുത്തിയില്ല. ദീർഘദൂര വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്ന നടപടി പ്രാവർത്തികമായില്ല. PM ശ്രീ പദ്ധതിയിൽ നിന്നും പിന്മാറേണ്ടി വന്നതിൽ CPIയോട് കലിയടങ്ങാതെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ഇതുമായി ബന്ധപ്പെട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പത്രക്കുറിപ്പ് ശിവൻകുട്ടിയെ ചൂണ്ടിപ്പിച്ചു. പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആരെ ലക്ഷ്യമിട്ടാണെന്ന് മനസ്സിലാകുന്നതെന്നും നമ്മളൊന്നും മണ്ടന്മാരല്ല എന്നും ശിവൻകുട്ടി പറഞ്ഞു. PM ശ്രീയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയെക്കുറിച്ച് പോലും ചില കേന്ദ്രങ്ങൾക്ക് പുച്ഛമാണെന്നും ശിവൻകുട്ടിയുടെ കുറ്റപ്പെടുത്തൽ. പദ്ധതിയിൽ നിന്നും പൂർണ്ണമായി പിന്മാറിയിട്ടില്ലെന്നും താൽക്കാലികമായി മരവിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. സാങ്കേതിക തകരാറിനെ തുടർന്ന് പുതുക്കോട്ടയിൽ വിമാനം ദേശീയപാതയിലിറക്കി. സേലത്ത് നിന്നും പരിശീലന പറക്കലിനിടെയാണ് സെസ്ന വിഭാഗത്തിൽപ്പെട്ട ചെറു വിമാനം പുതുക്കോട്ട തിരുച്ചിറപ്പള്ളി ദേശീയപാതയിൽ ഇറക്കിയത്. 2 പൈലറ്റുമാർക്കും നേരിയ പരിക്ക് മാത്രമാണുള്ളത്. ലാൻഡിങ്ങിനിടെ വിമാനത്തിന്റെ മുൻഭാഗം തകർന്നു. പുതുക്കോട്ട അമ്മച്ചിത്തിരത്തിന് സമീപമായിരുന്നു സംഭവം. സേലത്ത് പ്രവർത്തിക്കുന്ന എക്യൂർ ഫ്ലൈയിങ് ക്ലബ് എന്ന സ്വകാര്യ പരിശീലന സ്ഥാപനത്തിന്റേതാണ് സെസ്ന 172 എന്ന വിഭാഗത്തിൽപ്പെട്ട വിമാനം. ഇനി കായിക വാർത്തകൾ. സൂപ്പർ താരം ലയണൽ മെസ്സി സ്പാനിഷ് ക്ലബ് ബാഴ്സലോണയിലേക്ക് മടങ്ങി വരില്ലെന്ന് വ്യക്തമാക്കി ക്ലബ് പ്രസിഡന്റ് ജോവാൻ ലപോർട്ട. ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടായ ന്യൂ ക്യാമ്പ് കഴിഞ്ഞ ദിവസം മെസ്സി സന്ദർശിച്ചതിന് പിന്നാലെ താരം ബാഴ്സയിൽ തിരികെ എത്തുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. വീണ്ടും ന്യൂ ക്യാമ്പിൽ കളിക്കുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സന്ദർശനത്തിനു ശേഷം മെസ്സി വെളിപ്പെടുത്തിയതോടെ ആരാധകരും ആവേശത്തിലായി. എന്നാൽ മെസ്സിയെ തിരികെ കൊണ്ടുവരാൻ സാധ്യമല്ലെന്ന നിലപാടിലാണ് ലപോർട്ട. മെസ്സിയുടെ ഉയർന്ന വേതനവും സ്പാനിഷ് ലാ ലീഗയുടെ സാമ്പത്തിക നിയന്ത്രണവും കാട്ടിയാണ് 2021 ക്ലബ്ബ് അദ്ദേഹവുമായുള്ള കരാർ അവസാനിപ്പിച്ചത്. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.85 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.